Hi friends, welcome back to my channel. ഞാൻ ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡങ്കരി ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിനടിയിലിട്ടിരിക്കുന്ന ഇന്നറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഇതുപോലെ ഒരു നൈറ്റി പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫോൾഡ് ചെയ്തിടാം. ഈ നീളമുള്ള തുണിയെ ഞാൻ നടുക്കൂടെ ഒന്ന് കണ്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഡിസൈൻ താഴത്തേക്ക് വരുന്ന പോലെ നമ്മൾ അല്ലാതെ ചെയ്യുമ്പോൾ ചിലപ്പം ഒരു ഡിസൈൻ മേളിലോട്ടും ഒരു ഡിസൈൻ താഴോട്ടും വരും. അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ കട്ട് ചെയ്ത് മടക്കി വെക്കാനായിട്ട്. ഞാൻ ഇതുപോലെ ഇപ്പോൾ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്, രണ്ട് തുണികളും. ആദ്യമായിട്ട് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാണ്. 5 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് നമുക്കൊരു 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവിടേക്ക് നമുക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. കൂട്ടത്തിൽ ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. ഇനി അതിനുള്ളിലേക്കൊരു ചെറിയ കൈക്കുഴി പോലെ നമുക്കൊന്ന് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി ഷേപ്പ് മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ 8 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. 6 ഇഞ്ച് ഓൾറെഡി നമ്മൾ സ്ട്രിപ്പിനായിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ 8 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. അവിടേക്ക് നമ്മുടെ ഷേപ്പിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 7.25 ഇഞ്ചാണ് കൊടുക്കുന്നത് ഷേപ്പിൻ്റെ അളവ്. കൂട്ടത്തിൽ ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 15 ഇഞ്ച് താഴെയായിട്ട് നമുക്കൊരു മാർക്കിട്ട് കൊടുക്കാം. ശരിക്കും സ്ലിറ്റിൻ്റെ അളവാണിത്. ഞാനിവിടെ എടുക്കേണ്ടത് 21 ഇഞ്ചാണ്. 6 ഇഞ്ച് ഓൾറെഡി നമ്മൾ നമ്മുടെ സ്ട്രിപ്പിന് എടുത്തിട്ടുണ്ട്. ഇവിടേക്ക് നമ്മുടെ ഹിപ്പിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 10 ഇഞ്ചാണ് ഹിപ്പിൻ്റെ അളവ് എടുക്കുന്നത്. 10 ഇഞ്ചും കൂട്ടത്തിൽ ഒരു 1.5 ഇഞ്ച് സീം അലവൻസും നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഈ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 47 ഇഞ്ചാണ്. അതിൽ 6 ഇഞ്ച് സ്ട്രിപ്പിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ 41 ഇഞ്ച്. അത് സീം അലവൻസും കൂടെ കൂട്ടിയിട്ടാണ് 41 ഇഞ്ച്. അതൊന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടേക്ക് നമ്മുടെ വിരിവ് അടയാളപ്പെടുത്തി കൊടുക്കണം. ഞാനിവിടെ വിരിവായിട്ട് എടുക്കുന്നത് 16 ഇഞ്ചാണ്. ആ 16 ഇഞ്ചൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് അടയാളപ്പെടുത്താം. ഇപ്പോൾ 16 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആ സ്ലിറ്റിൻ്റെ അവിടുന്ന് താഴത്തേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഫുള്ള് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലായിട്ട് ഇതുപോലെ ഒരു 1.5 ഇഞ്ച് മാറ്റി ഇതുപോലൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇങ്ങനെ ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തൂങ്ങി കിടക്കാതിരിക്കാനായിട്ടാണ് ഇതുപോലെ നമ്മൾ അറ്റം ഒന്ന് ചെരിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഫുള്ള്. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. ഇനി ഞാൻ ഇതിനായിട്ടുള്ള സ്ട്രിപ്പ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം മടക്കിയിട്ട്. ഇതിപ്പം ഒരു സ്ട്രിപ്പിനായിട്ടുള്ള ഒരു പീസും ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു സ്ട്രിപ്പിനായിട്ടുള്ള പീസും ഇതുപോലെ ഒന്ന് എടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരെണ്ണമായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം ഒരുപോലെ. ഇനി നമുക്ക് ഇവിടേക്ക് അടയാളപ്പെടുത്താം. ഞാനിവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ശരിക്കും എനിക്ക് സ്ട്രിപ്പ് വേണ്ടിയത് 6 ഇഞ്ചും 1 ഇഞ്ച് സീം അലവൻസും കൂടെ ആയിട്ടാണ് 7 ഇഞ്ച്. ആ 7 ഇഞ്ചിൻ്റെ അവിടെ ഒരു പോയിൻ്റ് നമുക്ക് വരച്ചു കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് താഴെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ കയറി ഇറങ്ങിയൊക്കെ ഈ തുണി കട്ട് പീസ് ആയതുകൊണ്ട് കയറി ഇറങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീതി അടയാളപ്പെടുത്താം. 1.5 ഇഞ്ച് വീതിയാണ് ഞാൻ ഈ സ്ട്രിപ്പിന് എടുക്കുന്നത്. അപ്പം നമുക്ക് ചുറ്റും 1.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ 2 സ്ട്രിപ്പ് നമുക്ക് കിട്ടും. ഇനി നമുക്കിതിനെ ഒന്ന് ഈ സൈഡ് ഈ ഒരു വശം ഇതുപോലെ ഒന്ന് അകത്തേക്ക് മടക്കി താഴെ വരെ അടിച്ചെടുക്കാം. അതേപോലെ അത് അടിച്ചതിന് ശേഷം ഈ സൈഡും നമുക്ക് അടിച്ച് താഴെ വരെ എടുക്കാം. അങ്ങനെ 2 സൈഡും നമ്മൾ ഇതുപോലെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മടക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ലെഫ്റ്റ് സൈഡ് ഒന്ന് അകത്തേക്ക് മടക്കി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വലത്തെ സൈഡും കൂടെ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട്
ഒരൊറ്റ സ്റ്റിച്ച് മേളിൽ നിന്ന് താഴെ വരെ ഒരൊറ്റ സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ബാലൻസ് ഉള്ള 2 പീസ് തുണി എടുക്കാം. എന്നിട്ട് ഇതിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്ത് വെക്കാം. ഇത് നമ്മൾ നെക്കൊന്ന് മറിച്ചടിക്കാനായിട്ടാണ് ഈ ഒരു തുണി എടുക്കുന്നത്. ഇതിനെ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് 2 പീസും ഒരുപോലെ ഒന്ന് മുകളിൽ വെച്ച് കൊടുക്കാം. ഒരുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രണ്ട് പാർട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഫ്രണ്ടും ബാക്കും ഒരേ അളവായതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് മുകളിലേക്ക് വെച്ച് കൊടുത്തു. ഒരേപോലെ ആ തുണിയുടെ ഫോൾഡിംഗ് എല്ലാം ഒരുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് ട്രേസ് ചെയ്ത് വരച്ചെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നല്ല തുണി അങ്ങോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു നെക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് 2 തുണി ഒരുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. വക്രത്തിൽ ചെയ്യാനാണ് ഇരുന്നത്. ജസ്റ്റ് ഇപ്പോൾ തുണി കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. 4.5 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഇനി അവിടുന്ന് നമുക്ക് താഴത്തേക്ക് ഒരു 1 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ സ്ട്രിപ്പ് വെക്കുന്നത് കൊണ്ട് തന്നെ നെക്കിന് നല്ല ലെങ്ത് ഉണ്ട്. അതുകൊണ്ടാണ് 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നത്, ആ ഒരു ഷേപ്പ് കിട്ടാനായിട്ട്. ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ പോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് നമുക്കൊരു കുഴിവൊന്ന് വരച്ചു കൊടുക്കാം. ഒരു ചെറിയ കോർണറിൻ്റെ അവിടെ നിന്ന് നമുക്കിതുപോലെ ഒരു ചെറിയൊരു വളവ് കൊടുത്ത് ഇതൊന്നിങ്ങനെ വരച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി ഇവിടെ നേരത്തെ നമ്മൾ മറിച്ചടിക്കാൻ വെച്ചിരുന്ന 2 പീസ് തുണി ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ചു കൊടുക്കാം. ഈ നല്ല ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു ലെവലിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ആ ലെവലിൽ തന്നെ ഒന്ന് ഇത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അവിടെയും ഒന്ന് വരച്ച് ട്രേസ് ചെയ്ത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ വരച്ചിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശത്തിന് മുകളിലേക്ക് നമ്മൾ ഓൾറെഡി ചെയ്തു വച്ചിരിക്കുന്ന ഈ സ്ട്രിപ്പ് ഇതുപോലെ ആ ഒരു നമ്മൾ അടിച്ച വശം ഇതിൻ്റെ നേരെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. 1 ഇഞ്ച് മുകളിലേക്കാക്കിയാണ് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റേ സൈഡിലും നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം, 1 ഇഞ്ച് മുകളിലേക്കാക്കി. അതിനുശേഷം നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പീസ് തുണി ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഒരുപോലെ വെച്ചൊന്ന് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇതിൻ്റെ ഒരറ്റം വരെയും അടിച്ചെടുക്കാം. ഈ ഒരു സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ അടിച്ച് മറ്റേ ആ ഒരു അറ്റം വരെയും അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വള്ളിയിൽ പിടിച്ച് മുകളിലേക്ക് ഇതൊന്ന് വലിച്ചെടുക്കാം. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ മറിച്ചിട്ടിട്ട് നമ്മൾ ആ അരികത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഇതുപോലെ ബാക്ക് പാർട്ടിൻ്റെയും നല്ല വശത്തിന് മുകളിലേക്ക് ഓൾറെഡി നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന ഈ സ്ട്രിപ്പിൻ്റെ മറ്റേ അറ്റം നമുക്കൊന്ന് വെച്ചു കൊടുക്കാം. നമ്മളിപ്പം തയ്ച്ചതിൻ്റെ ചീത്തവശമാണ് ഈ മുകളിൽ കാണുന്നത്. ആ ഒരു വള്ളി നമുക്ക് നേരെ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ തന്നെ ആ ഒരു ഗ്യാപ്പിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം, 1 ഇഞ്ച് മുകളിലേക്ക് ആക്കി. അതേപോലെ തന്നെ മറ്റേ സൈഡിലും നമുക്ക് നേരെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റേ പീസ് തുണി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഒരേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് സൈഡിൽ പിന്നൊക്കെ കുത്തിയിട്ട് നമുക്ക് അതൊന്നും സൈഡ് വഴി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. ഈ വള്ളിയിൽ പിടിച്ച് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം. ഇതൊന്ന് നേരെ നമുക്ക് ആ അരികുവശമൊക്കെ ഒന്ന് നേരെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് സൈഡ് രണ്ടും ഒന്ന് അടിക്കാം. അപ്പം ഞാനിതിവിടെ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൈക്കുഴിയുടെ ഈ ഒരു ഭാഗത്തിൽ നിന്നും താഴെ വരെയും നമുക്കൊന്ന് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഈ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഏറ്റവും താഴ്വശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്.
ഒരു അറ്റത്തെയും തുടങ്ങി ആ തുടങ്ങിയിടത്ത് തന്നെ നമുക്കൊന്ന് അടിച്ച് നിർത്താം. ഇപ്പം ഞാൻ ഇതുപോലെ ഫുള്ള് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഡങ്കരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും ഒന്ന് അമർത്തുക. ഈ ഒരു ടോപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.